അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് ഇതാ വീണ്ടും കുട്ടിയേക്കണം. ഒരവസരം കിട്ടിയപ്പോ കണ്ട സ്വന്തം കുടുംബക്കാരെ പൊക്ക വീട്ടുകാരെ എല്ലാ പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവമാണ്. ഇന്ന് ഞങ്ങൾ ഇന്നൊരു വൈക്ക് ഇറങ്ങാലോ മുത്തൂസേ. വേറെ അങ്ങോട്ടും അല്ല, നമ്മുടെ പടപ്പറമ്പൊക്കെയാണ്. പടപ്പറമ്പില് പെങ്ങള് പ്രസവിച്ച് കിടക്കുന്നുണ്ട്. ഇപ്പൊ അതിന് പൊതുവെ എന്താണ് വീട്ടില് പ്രസവിച്ച് കിടക്കുന്ന പരിപാടി ഇല്ലല്ലോ. അതന്നെ എന്ത് ചെയ്യും, നേരെ അതിന്റെ പ്രസവ ശുശ്രൂഷ കേന്ദ്രത്തില് അവിടെ കൊണ്ടുപോയിട്ട് അപ്പൊ അവിടെ നിന്നാളപ്പോ നോക്കലും പരിപാടികളൊക്കെ. അപ്പൊ അങ്ങനെ അമ്മ അവിടെയാണുള്ളത്. മുത്തൂസ് വീട്ടിൽ പ്രസവിച്ചു. മുത്തൂസ് ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിച്ച വീട്ടിൽ തന്നെയായിരുന്നു. കാരണം അന്ന് ഇതൊന്നും അങ്ങനെ അങ്ങോട്ട് വ്യാപകമായിട്ടില്ല. ധാനുസിന് ഇപ്പൊ 4 വയസ്സായില്ലേ, 4 വർഷം മുന്നല്ലേ. എപ്പോഴല്ലേ ഇപ്പൊ ഇതൊക്കെ വ്യാപകമായിട്ടുണ്ട്. അതാണ് ഇല്ല ഇല്ല ഇല്ല. അതെ അതെ. ഒരവസരം കിട്ടിയപ്പോ കണ്ട സ്വന്തം കുടുംബക്കാരെ പൊക്ക വീട്ടുകാരെ എല്ലാ പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവമാണ്. അപ്പൊ ഞങ്ങള് ഉമ്മ എവിടെയാണ്, ഉമ്മ മറ്റേ പെങ്ങളോട്ട് എവിടെയാണ്. അപ്പൊ അവിടെ ഒന്ന് പോലെ മുത്തൂസ ഇപ്പൊ പറഞ്ഞ പോലെ സാധാരണ വീട്ടിലൊക്കെ പ്രസവിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാൻ ഇതിനൊക്കെ ഉണ്ടാവും. ഇതിപ്പോ ഒന്നുമില്ല, ഒക്കെ അവിടെ തന്നെ ആയതുകൊണ്ട് ഒന്നും വാങ്ങിക്കൊടുത്തിട്ടില്ലല്ലോ. ഡ്രസ്സും വാങ്ങിക്കൊടുത്തിട്ടില്ല, ഒന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല. മറ്റേത് പറയുമ്പോ അതൊക്കെ ഇനി വീട്ടിലേക്ക് എത്തിയിട്ട് തിന്നാൻ വാങ്ങിക്കൊടുക്കണ്ടോ. ഇവിടെ അവിടെ ഉള്ളതിനൊക്കെ തിന്നിട്ട് തീരുന്നില്ല എന്ന് പറഞ്ഞത്. ഡ്രസ്സ് മേടിക്കണമെന്ന് ഒരു ഡ്രസ്സ് മേടിക്കണം. എന്നിട്ട് നേരെ ഞങ്ങൾ എന്ത് ചെയ്യും, അങ്ങോട്ട് പോവല്ലേ. ഒന്ന് പോവല്ലേ. അങ്ങനെ ഗായ്സ് ഞങ്ങൾ പോവാണ്, വണ്ടിയിലാണ്. നമ്മളവിടെ അമ്പലപ്പടിക്ക് അവിടെ വർക്ക് എടുക്കുന്നോണ്ട് നമ്മള് പറവനങ്ങാടി കൂടെ ഇങ്ങനെ പോരാ. വേറൊരു വഴി കൂടെ ഉണ്ട് ഞങ്ങൾക്ക്. ഇപ്പൊ എന്റെ ചുറ്റുഭാഗം വഴിയാണ്. അപ്പൊ പിന്നെ വഴിയൊക്കെ വെട്ടി വന്നതാണ്. ഞങ്ങൾ വഴി വെട്ടി വന്നവരാണ്. അപ്പൊ അങ്ങനെ ഞങ്ങക്ക് അമ്പലപ്പടിക്ക് കൂടെ അങ്ങനെ ഉണ്ട്. പക്ഷെ അവിടെ പാലത്തിന്റെ പണി എടുക്കുന്നോണ്ട് മലപ്പുറം അത് ഇങ്ങനെ പോരുമ്പോ ഞങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനെ കേറും. അപ്പൊ പിന്നെ അവിടുത്തെ ഒന്നാമത് വലിയ കുഴിയാണ്. പിന്നെ അവിടെ കുഴി ചാടുന്നോണ്ട് ഭയങ്കര ബ്ലോക്കാണ്. പിന്നെ പാലത്തിന്റെ ഒരു സൈഡ് പണിയായിട്ടുള്ളൂ, മറ്റേ സൈഡ് പണിയായിട്ടില്ല. അപ്പൊ ഒരു സൈഡിൽ നിന്ന് വണ്ടി വന്നാൽ മറ്റേ സൈഡ് അങ്ങനെ ബ്ലോക്ക് ആയി കിടക്കും. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങൾ വന്നപ്പോ കുറുപ്പത്താലെത്തി. അവിടുന്ന് ഒരു ഡ്രസ്സ് എടുക്കണല്ലേ. ഇന്ന് ഞായറാഴ്ച അല്ലേ. നമ്മള് മോതിരം ഓർഡർ ചെയ്യുന്ന നാളെ കാണിച്ചല്ലേ. കൊറേ കാലം സ്റ്റീലിന്റെ മോതിരം ഇട്ടുകൊണ്ട് നടക്കണം. അപ്പൊ വെള്ളിന്റെ മോതിരം ക്ലോസറ്റിൽ ഇടുന്നാലും ആൾക്കാർ തെറ്റിദ്ധരിക്കും. ക്ലോസറ്റിൽ അങ്ങനെ ഇടുന്നതല്ല, കുളിക്കുന്ന സമയത്ത് വരലുമ്പോ നൂരി പോയി ചാടുന്നത്. അല്ലാന്നുണ്ടെങ്കില് ബാത്റൂമിലേക്ക് കയറുമ്പോ ഈ മോതിരത്തെ വന്ന് ഒരു ഇപ്പുറത്തേക്ക് ഇടുമ്പോ ചാടുന്നത്, അങ്ങനെയൊക്കെ ചാടുന്നുണ്ടാവും. അല്ലെങ്കിൽ ആൾക്കാർ വേറെ എന്തെങ്കിലും വിചാരിക്കുന്നത്. പിന്നെ അപ്പൊ അങ്ങനെ മോതിരങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് പൊട്ടിയതിനുള്ളിൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് മറ്റേ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി പോയിക്കണോ, അതിന്റെ ഉള്ളിൽ നിന്നൊക്കെ വലിച്ചെടുത്തിരുന്നോ. ആ കുറെ മെഷീനിൽ കയറി പോയിട്ടുണ്ട്. അതെ, അത് അങ്ങനെ അതിൽ പോയിക്കണു. അത് സർവീസ് ചെയ്തേക്കണോ, അതിന്റെ ഉള്ളിൽ നിന്നൊക്കെ വലിച്ചെടുത്തിരുന്നു. എന്തിനാ അതിന്റെ ഉള്ളിൽ വലിച്ചെടുത്തെന്ന് എനിക്കറിയില്ല. അതിൽ ഉണ്ടായിരുന്നതൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ ഇനിയിപ്പോ ഇവിടെ നമ്മളിവിടെ KTS ഉണ്ട് കേട്ടോ. KTS പിന്നെ ഒരു വിധമുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. കുട്ടികളുടെ ഡ്രസ്സിന്റെ കടയാണ്. ന്യൂ ബോൺസിന്റെ ഒക്കെ മുത്തൂസം നോട്ടം തുടങ്ങിക്കണോ, നോക്കോ. പറ്റിയോ? ഇതായിട്ട് ഇതാണ് അവൾക്ക് പറ്റിയത്. പക്ഷേ ഈ മോഡൽ അവൾക്ക് ഇഷ്ടമായി. ഈ മോഡലല്ലേ ഇത് എടാ, ഈ മോഡലാണ് നമുക്ക് പറ്റിയിരിക്കണം. എന്നാൽ കൈ പിടിച്ച് നടക്കുന്നതാണെന്നുണ്ടെങ്കിലോ ഇതോ ഏതാ ശരിക്കും എനിക്ക് പറ്റിയുള്ളത്? ഓ, ഇവിടെ പിന്നെ ആണെങ്കിലോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നോക്കണേ തൂസേ, ഇനി എന്താ നോക്കണേ? ഒരെണ്ണം മൊത്തം എടുത്തേക്കണം. എന്നിട്ട് പോരാ. ഇനിയിപ്പോ ഇനി എന്താണ് നോക്കി നോക്കിയോലെ കളി. വീഡിയോ പെടാതിരിക്കാണ്ടിട്ടും ബില്ലടിക്കുന്ന സ്ഥലത്തുനിന്ന് എണീറ്റ് മണ്ടിയാണ്. ഈ വന്നിട്ട് തിരിഞ്ഞ നോട്ടെ. ഓൻ തിരിയൂല, എന്തോ വന്നാലും തിരിയില്ലാന്ന് പറഞ്ഞേ. നല്ല വൈബുള്ളൊരു ഏരിയ ഉണ്ട്. അത് കണ്ടോളേ, ചുറ്റുഭാഗത്തൊരു ഒരു കുന്നും പ്രദേശം പോലത്തെ ഒരു സ്ഥലത്താണ് കേട്ടോ ഇത് സംഭവം ഉള്ളത്. വന്നേക്കാണ് നല്ല മഴ ഉണ്ട്. എന്ത് ചീഞ്ഞത്? ചളിയോ? ആ, മഴയല്ലേ, മഴ ഇതുകൊണ്ട് ചളി ആയതാണേ. നമുക്കിതിപ്പോ ഇവിടെ ചളി ആയത് പറ്റിയില്ല. ആ
ചെരുപ്പാട് ഊരിട്ടിക്കണു എന്റെ ചെരുപ്പിൽ ഇവിടെ ഉള്ളത്. ഓ വലിയാള് വന്നിക്കണു. അപ്പൊ ഉപ്പച്ചിന്റെ ചെരുപ്പം വെള്ളാവൂലേ? അന്റെ ചെരുപ്പ് മാത്രം വെള്ളം ആയിക്കോട്ടെ കേട്ടോ. അതിന്റെ വെള്ളം ആയിക്കോട്ടെ. അതിന്റെ വെള്ളാവൂല, അതിന്റെ മേലെ കയറ്റി വെച്ചിട്ടുണ്ടോ? ഉമ്മച്ചിന്റെ വെള്ളാവും കേട്ടോ. അന്റെ ഉമ്മച്ചിന്റെ മാത്രം വെള്ളമുള്ളൂ. ആ കുട്ടികളെ തള്ളേന്ന് ഒരു കുട്ടീനെ ഇതുവരെ എടുക്കാൻ അവള് പഠിച്ചിട്ടില്ല. അപ്പൊ അമ്മായിയും കുട്ടിയാണ്. അപ്പൊ ഇന്നാള് വല്യമ്മ ആയിരുന്നപ്പോ അമ്മായി. ആദ്യം എടുത്തേക്കിന് കുട്ടി മേത്ത് കൂടെ അപ്പിട്ട്, രണ്ടാമത് എടുത്തേക്കിന് മൂത്രയിച്ചോ. അമ്മായിനുള്ള സ്നേഹം എത്രയാണെന്നറിയോ? ഇനി കുട്ടിക്ക് ഒന്നിനും ഇല്ലല്ലോ, ഒക്കെ കഴിഞ്ഞു, ഒക്കെ അമ്മായിന്റെ മേത്തന്നെ. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് ഇതാ വീണ്ടും കുട്ടിയേക്കണം, മാമനും കുട്ടിയും അല്ലേ? ഇത് രണ്ട് വികൃതികൾ ചാടിക്കുന്നു അല്ലേ?